വലിച്ചു പറിക്കുന്നതനുസരിച്ച് ഇത് അർത്ഥമായിരിക്കും. ഒന്ന് രണ്ടെണ്ണം കട്ട് ചെയ്തതാണ്, ബാക്കിയുള്ളത് വലിച്ചു പറിച്ചതാണ്. നമ്മൾ തിന്നുന്ന ചോറിനകത്ത് തന്നെ മണ്ണ് വാരി ഇടുന്നതിന് തുല്യമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. ലോകത്താരെങ്കിലും ഇങ്ങനെ പെരുമാറുമോ? ഇന്നലെ വരെ ഉണ്ട ചോറിലാണ് ഈ നെറികേട് കാണിച്ചിരിക്കുന്നത്. 10ഓളം KSRTC ബസ്സുകളാണ് അതിൽ തന്നെയുള്ള ജീവനക്കാരെന്ന് കരുതുന്നവർ തകർത്തത്. യാത്രക്കാരുടെ സുരക്ഷയോ ഇതിൽ സഞ്ചരിക്കുന്നവരെക്കുറിച്ച് ഒരു ചിന്തയുമില്ലാതാണ് സമരാനുകൂലികൾ 10 ബസ്സുകൾ കേടാക്കിയത്. KSRTCയിൽ രാത്രി 12 മണിക്ക് ആരംഭിച്ച സമരത്തിൻ്റെ ഭാഗമായി 10 ബസ്സുകൾ കേടാക്കിയതായി കണക്കാക്കപ്പെടുന്നത്. ഇന്ന് രാവിലെ സാധാരണഗതിയിൽ സർവീസ് ആരംഭിക്കാനെത്തിയ ഡ്രൈവർമാരാണ് ബസ് എടുക്കുമ്പോൾ ഒന്നിൻ്റെയും ഹെഡ്ലൈറ്റുകളോ സ്റ്റാർട്ടറുകളോ വർക്ക് ചെയ്യുന്നില്ല. പല ബസ്സുകൾക്കും ഗുരുതരമായ കേടുപാടുകളാണ് ഉണ്ടാക്കിയത്. ഹെഡ്ലൈറ്റുകൾ കത്താതെയും സ്റ്റാർട്ടറുകൾ വർക്ക് ചെയ്യാതെയും ഹോണുകൾ വർക്ക് ചെയ്യാതെയും അതുപോലെ തന്നെ ആക്സിലേറ്റർ റാഡിലേക്കുള്ള കണക്ഷനുകൾ വിച്ഛേദിച്ചുമൊക്കെ ഗുരുതരമായ കേടുപാടുകൾ ഉണ്ടാക്കിയ സമരചരിത്രം ഒരുപക്ഷെ കേട്ടുകേൾവിയില്ലാത്തതാണ്. എന്തിൻ്റെ പേരിലായാലും ഇത്തരത്തിലുള്ള പ്രാകൃത സമരമുറകൾ ജനങ്ങളുടെ സുരക്ഷയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ളത് അനുവദിക്കാവുന്നതേയല്ല. നാളെയും ഇതിൽ ജോലി ചെയ്ത് കുടുംബം പുലർത്തേണ്ട, അന്നം വാങ്ങി കഴിക്കേണ്ട ജീവനക്കാരാണ് ഇത്തരത്തിലുള്ള കാടത്തം നിറഞ്ഞ പ്രവൃത്തി ചെയ്തു വെച്ചത്. കോൺഗ്രസ് അനുകൂല സംഘടനയായ TDF ആണ് KSRTCയിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം പ്രഖ്യാപിച്ചത്. എന്തായാലും മറ്റാരും ഈ ഡിപ്പോയ്ക്കുള്ളിൽ കയറി നിർത്തിയിട്ടിരിക്കുന്ന ബസ്സുകളിൽ ഗുരുതരമായ കേടുപാടുകൾ ഉണ്ടാക്കും എന്ന് വിശ്വസിക്കുന്നത് മൗഢ്യമാണ്. പുറത്തുനിന്നൊരാൾ കയറി ഇത്തരത്തിലുള്ള ആക്രമം, പ്രത്യേകിച്ചും ബസ്സുകൾക്ക് നിർണായകമായ കേടുപാടുകൾ വരുത്താം എന്ന് ഒരുപക്ഷെ ഇവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. അതും 5ഓളം ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ, അതിലേറ്റവും കൂടുതൽ ഇൻ്റർസ്റ്റേറ്റ് ബസ്സുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. ഇൻ്റർസ്റ്റേറ്റ് ബസ്സുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ മറ്റ് ബസ്സുകൾക്ക് പകരം നൽകാനാവില്ലെന്ന് ഇവർക്ക് നന്നായി അറിയാം. അത് വലിയ രീതിയിലുള്ള വരുമാന നഷ്ടത്തെയാണ് ഉണ്ടാക്കിയത്. 5 ഓർഡിനറി ബസ്സുകൾക്കും ഗുരുതരമായ കേടുപാടുകൾ സമരാനുകൂലികൾ ഉണ്ടാക്കി. ഏത് യൂണിയനുകൾ സമരം ചെയ്താലും ഏത് രാഷ്ട്രീയ സംഘടനകൾ സമരം നടത്തിയാലും ഇത്തരത്തിലുള്ള സമരമാർഗങ്ങളോട് ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ കഴിയുകയില്ല. പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ട് ഒക്കെ സമരങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ നാളെ ഇതിൽ യാത്ര ചെയ്യേണ്ട ജനങ്ങളുടെ സുരക്ഷയെ യാതൊരു കരുതലുമില്ലാതെയാണ് ഇത്തരത്തിലുള്ള അക്രമകാരികൾ നശിപ്പിച്ചിരിക്കുന്നത്. ഇവരിൽ ഒരുപക്ഷെ സ്വന്തം സ്ഥാപനമെന്നോ അല്ലെങ്കിൽ ജനങ്ങളെ സുരക്ഷയെ കരുതി സഞ്ചരിക്കേണ്ട ഈ വാഹനമെന്നോ ഉള്ള ചിന്തയില്ലാതാണ് ഇത്തരത്തിലുള്ള അധമ പ്രവർത്തികൾ ചെയ്തിരിക്കുന്നത്. KSRTC സംബന്ധിച്ച് ജനങ്ങളുടെയൊക്കെ പിന്തുണയോടെ അത് രക്ഷപ്പെടാനുള്ള വലിയ ശ്രമത്തിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു കടന്നാക്രമണം അതിലെ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് കരുതുന്നുണ്ടായിരിക്കുന്നത്. അധികൃതരുടെ പരാതി അനുസരിച്ച് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഗതാഗത മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് വലിയ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മുടെ സെൻട്രൽ റോയിൽ പാർക്ക് ചെയ്തിരുന്ന 8ഓളം ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളുണ്ട്. വയറിങ്ങുകൾ പൂർണ്ണമായും കട്ട് ചെയ്ത് കളയുന്നൊരു സംവിധാനം ഉണ്ടാകും. ഇതുമൂലം ബാക്കി ബസ്സുകൾ ഉടൻ തന്നെ നമുക്ക് റിപ്പയർ ചെയ്ത് അയക്കാനും, ഈ കിടക്കുന്ന ഒരു ബസ് മാത്രം അത് വലിയ മേജർ ഒരു ഡിഫക്റ്റ് ആയതുകൊണ്ട് അത് പരിഹരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. ഒരുപാട് കംപ്ലൈൻറ്റ് ഉണ്ടല്ലേ? അതിൻ്റെ വയറിങ് കംപ്ലീറ്റ് ആയിട്ടും മുഴുവനായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിരിക്കാം. അപ്പോൾ ആ ഒരു ഒഴിച്ച് ബാക്കി എല്ലാ സർവീസുകളും നമ്മളിവിടെ നയിച്ചിട്ടുണ്ട്. ആ ഒരു സർവീസ് മാത്രമാണ് നമുക്ക് ഇന്നിവിടെ മുടങ്ങി എന്ന് പറയുന്ന സർവീസ്. പിന്നെ ഇന്നലത്തെ ഒരു സൂപ്പർ ഫാസ്റ്റ് സർവീസ് ബസ്സില്ലാത്തതുകൊണ്ട് മുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഈ 2 സർവീസുകളാണ് മുടങ്ങിയത്. അത് പൂർണ്ണമായിട്ട് ഇവരുടെ പണിമുടക്കിനെ തൊഴിലാളികൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായിട്ട് ഇവിടുത്തെ സർവീസ് ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. ദീർഘദൂര ബസ്സുകൾക്കും കേടുവരുത്തി. ഇത് കൂടുതലും കേടാക്കിയത് ഇൻട്രസ്റ്റേറ്റ് ബസ്സുകൾ. അത് ബോധപൂർവ്വം ചെയ്യുന്ന വഴിയാണ്. ഇൻട്രസ്റ്റേറ്റ് ബസ്സുകൾക്ക് നമുക്ക് പകരം വേറൊരു ബസ് ഉപയോഗിച്ച് സർവീസ് നടത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ബോധപൂർവ്വം ഇൻട്രസ്റ്റേറ്റ് പെർമിറ്റുള്ള ബസ്സുകൾ ബോധപൂർവ്വം കട്ട് ചെയ്താണ് ഇവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ സ്ഥിരമായിട്ട് അയക്കേണ്ട ഷെഡ്യൂൾ ബസ്സുകൾക്ക് പകരം പലപ്പോഴും ബസ്സുകൾ മാറ്റി, അതായത് ഇൻട്രസ്റ്റേറ്റ് സർവീസ് ബസ്സുകൾ തെങ്കാശി, ഇപ്പോൾ ഉദാഹരണത്തിന് തെങ്കാശിക്ക് പോകാൻ നമുക്ക് 4-5 ബസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സമയക്രമമായിട്ട് നമുക്ക് അയക്കാൻ കഴിയും. അതിന് പകരം മറ്റൊരു ബസ് അയക്കാൻ പറ്റാതുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ അയച്ചിട്ടാണ് ഇന്ന് രാവിലെ ബാക്കി ബസ്സുകളുടെ തകരാറ് പരിഹരിച്ച് നമ്മൾ ആ സർവീസ് മൊത്തം അയച്ചിട്ടുള്ളത്. ഇത് നമ്മൾ രാവിലെ കുമളിക്ക് പോകേണ്ട ബസ്സായിരുന്നു. 4:40 കുമളിക്ക് പോകേണ്ട സർവീസ് ബസ്സാണിത്. ആ ബസ്സാണ് ആദ്യം കട്ട് ചെയ്തത്. അപ്പം ഫസ്റ്റിനെ തുടങ്ങുന്ന സർവീസ് തന്നെ മുടക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്തൊരു പ്രവൃത്തിയാണ്. അപ്പം ഇന്ന് രാവിലെ ജീവനക്കാരെല്ലാം ഡ്യൂട്ടിക്ക് എത്തുകയും ഓരോ ഡ്രൈവർമാരായിട്ട് വണ്ടിയിൽ ചെന്നപ്പോൾ വണ്ടിയിൽ കണ്ട സ്ഥിതി എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ സ്റ്റാർട്ടർ കേബിൾ, വയറിംഗ് കിറ്റ് ഉൾപ്പെടെ ചിലത് കട്ട് ചെയ്ത നിലയിലും ചിലത് വലിച്ചു പറിച്ച
എടുത്ത് വലിച്ചു പറിച്ച് അത് ഉപയോഗശൂന്യമാക്കിയ നിലയിലുമാണ് കാണപ്പെട്ടത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇൻ്റർസ്റ്റേറ്റ് സർവീസ്, ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകളാണ് ഇത്തരത്തിൽ നമുക്ക് വരുമാന നഷ്ടം വലിയ രീതിയിൽ ഉണ്ടാക്കുന്ന സർവീസുകൾക്കാണ് ഇത് ബാധിച്ചത്. ഏകദേശം ഒരു 8ഓളം സർവീസുകൾ ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകളാണ്, പിന്നെ 2-3 ഓർഡിനറി സർവീസുകളും. ഇത്തരത്തിലുള്ള സർവീസുകളാണ് ഈ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സർവീസുകളിൽ നാഗർകോവിൽ, തെങ്കാശി ഉൾപ്പെടെയുള്ള സർവീസുകൾ ലേറ്റായിട്ടാണ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിച്ചത്. അത് റിസർവേഷനുള്ള വണ്ടികളാണ്. ഇത്തരത്തിലൊരു സമരമുറ KSRTCയുടെ ചരിത്രത്തിൽ കൊട്ടാരക്കരയിൽ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. നമ്മൾ തിന്നുന്ന ചോറിനകത്ത് തന്നെ മണ്ണ് വാരിയിടുന്നതിന് തുല്യമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. ബന്ധപ്പെട്ട മേലധികാരികളെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി ഉൾപ്പെടെ നമ്മൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. നിർണായകമായ കേബിളുകൾ, കണക്ടർ കാർഡുകളൊക്കെ നശിപ്പിക്കുക ഇതിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന രീതിയിലാണ്. എവിടേക്കാണ് അവർ ചെയ്തിരിക്കുന്നത് അറിയാൻ പറ്റത്തില്ല. ഇത് നമുക്ക് പ്രാഥമികമായിട്ട് കണ്ടതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇത് കാണാത്ത രീതിയിൽ ഇവിടെ എവിടേക്ക് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയത്തില്ലല്ലോ. ഇത്തരത്തിലുള്ളൊരു സമരമുറ ആദ്യമായിട്ടാണ്. അതുമല്ല, നമ്മൾ ഈ കൊട്ടാരക്കര ഡിപ്പോയിൽ ആയിരക്കണക്കിന് യാത്രക്കാരായാലും വിദ്യാർത്ഥികളായാലും വന്നു പോകുന്നൊരു ഡിപ്പോയാണ്. അപ്പം അവർ രാവിലെ ഇവിടെ വരുമ്പോൾ അവരെയും കൂടെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളായിപ്പോയി. നാഗർകോവിൽ സർവീസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റയറായിട്ടുള്ള സർവീസുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള സർവീസുകൾ 6:10 നമുക്ക് തുടങ്ങുന്ന സർവീസ്, അത് നമുക്ക് 6:10 നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഇത് KSRTC നിലവിൽ വലിയൊരു വരുമാന നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അതിവിടെ നിലവിൽ സർവീസ് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഒരു ഫാസ്റ്റ് പാസഞ്ചർ സർവീസാണ് സർവീസ് ഓപ്പറേറ്റ് ചെയ്യാതെ ഇവിടെ കിടക്കുന്നത്. പരാതി ബന്ധപ്പെട്ട ATO മുഖാന്തരം പോലീസ് സ്റ്റേഷനിൽ പരാതി അറിയിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി മുഴുവൻ സർവീസുകളും കൊട്ടാരക്കര ഡിപ്പോയിൽ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്.